ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മുതൽ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റാതെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ലാഗ് ഇല്ലാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള പ്രോബ്ലങ്ങളും ഡ്രൈവിങ്ങിൽ പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനം സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് തുടക്കക്കാർക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയൊരു ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കോ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കോ അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ലാഗ് ഉണ്ട്. അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ലാഗ്, ഈ ലാഗ് മുഖാന്തരം അടുത്തൊരു ഗിയർ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകാതെ വണ്ടി ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലാഗ് ഇല്ലാതെ ക്വിക്കായിട്ട് ഗിയർ മാറ്റേണ്ടത് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. അതുപോലെ തന്നെ ഗിയർ മാറ്റുന്ന സമയത്ത് ഒരു കാരണവശാലും ഗിയർ തെറ്റിപ്പോകാൻ പാടില്ല. ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ചിലർക്കും സെക്കൻഡിന് പകരമായിട്ട് മാറി വീഴുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡിനോട് അടുത്ത് കിടക്കുന്ന ഫോർത്ത് ഗിയർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു വാഹനം ഓടിക്കുന്ന സമയത്തും ഗിയർ ഷിഫ്റ്റിംഗ് ഒരിക്കലും തെറ്റാതിരിക്കാനും കൃത്യമായിട്ടുള്ള ഒരു ടൈമിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ലാഗ് ഇല്ലാതെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പം ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ടാണ് ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഗിയർ മാറ്റുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ കിടക്കുന്നതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഏറ്റവും അടിഭാഗത്തായിട്ടാണ് സെക്കൻഡ് ഗിയറും ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഗിയർ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടഭാഗത്തുള്ള ന്യൂട്രലിനെ നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ നടുക്കായിട്ട് വരുന്ന ഈ ഏരിയ ആണ്. പക്ഷേ എങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർ എപ്പോഴും ന്യൂട്രലിനെ മനസ്സിലാക്കുന്നത് ഈ നടുക്ക് വരുന്ന ഈ ഏരിയ മാത്രമാണ്. എന്നാൽ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ലൈൻസ് ഫുള്ളായിട്ട് വരുന്ന ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഫസ്റ്റ് ഗിയറിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നു. ഞാൻ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്കാക്കി. ഇപ്പോൾ ഇത് ന്യൂട്രലാണ്. എന്നാൽ ന്യൂട്രലിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഏരിയ മുതൽ, അതായത് നടുക്ക് ഗിയർ ലിവർ വരുന്ന ഈ ഏരിയ മുതൽ ലെഫ്റ്റ് സൈഡ് ഈ ഏരിയ ന്യൂട്രലാണ്, നടുക്ക് ഈ ഏരിയ ന്യൂട്രലാണ്, റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഏരിയ ന്യൂട്രലാണ്. അപ്പം ഇത്രയും ഏരിയ ന്യൂട്രലാണെന്ന് നിങ്ങൾ ഓർക്കുക. അതായത് ഈ വരുന്ന ഇത്രയും ഏരിയ ന്യൂട്രലാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് ഗിയർ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് മുകൾ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പം ന്യൂട്രൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നമ്മൾ ന്യൂട്രലിൻ്റെ ഈ ഒരു പൊസിഷൻ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ പല ആൾക്കാർക്കും തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? ചിലർക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷനിൽ വരും, സെക്കൻഡ് ഗിയറിലേക്ക് വീഴത്തില്ല. ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്ന് ഗിയർ അവിടെ കിടക്കും, ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കും. ന്യൂട്രലാണെങ്കിൽ വണ്ടി നീങ്ങത്തുമില്ല. ചില ആൾക്കാർക്ക് ഗിയർ തെറ്റിപ്പോയി ഫോർത്ത് ഗിയറിലേക്ക് വീഴും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥ മനസ്സിൽ ചിന്തിച്ച് ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സെക്കൻഡ് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ചേർത്തിട്ടേക്കാണ്. ഇങ്ങനെ ചേർത്തിട്ടിട്ട് ഞാൻ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തേക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു. അതായത് ഈ പൊസിഷനിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. അത് ന്യൂട്രൽ സെൻട്രൽ പൊസിഷനിൽ വന്നു. അപ്പോൾ ആ ന്യൂട്രൽ ഞാൻ ഓർത്തു. എന്നിട്ട് വീണ്ടും ഞാൻ ഈ പൊസിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് നേരെ താഴോട്ട് വലിച്ചിടുന്നു. അപ്പോൾ ഇത്രത്തോളം നേരെ താഴോട്ട് വലിച്ചിടുമ്പോഴാണ് നമുക്ക് സെക്കൻഡ്
ഗിയറിലേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, സെക്കൻഡ് എന്ന് ഞാൻ ഓർത്ത് തന്നെയാണ് ഗിയർ ഇടുന്നത്. ഇനി ഞാൻ തേർഡ് കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിൽ നിന്ന് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സെക്കൻഡ് ഗിയറിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്കൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ലിവർ വരും. അപ്പോൾ ഗിയർ ലിവർ വരുന്നത് സെക്കൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ ലിവർ ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലിവർ എപ്പോഴും കിടക്കുന്നത് ഈ സെൻറ്റർ ഏരിയയിലായിരിക്കും, ന്യൂട്രൽ പൊസിഷനിലായിരിക്കും ഗിയർ ലിവർ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് സെൻട്രൽ ഏരിയ വന്നു. ഇവിടുന്ന് തൊട്ടു മുകളിലായിട്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ തേർഡ് ഗിയർ കിടക്കുന്നത്, അതായത് തൊട്ടു മേളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിൽ സെൻറ്ററിൽ വന്നു നേരെ മുകളിലേക്കൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് കഴിയും. അപ്പോൾ ഇനി തേർഡിൽ നമ്മൾ ഫോർത്ത് കൊടുക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താണ്, നടുക്കുള്ള ന്യൂട്രൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് ആക്കുക. ലിവർ കറക്റ്റ് സെൻറ്ററിലേ വരത്തുള്ളൂ, ഇങ്ങോട്ടും പോകില്ല, ഈ റൈറ്റ് സൈഡിലേക്കും വരില്ല. ഇവിടുന്ന് ജസ്റ്റ് നേരെ താഴോട്ടിടുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോർത്ത് ഗിയർ തെറ്റാതിടാനായിട്ട് കഴിയും. ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് കൊടുക്കുമ്പോഴോ ഇവിടുന്ന് ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിൽ ഇവിടെ വരും, ഇവിടെ വന്നേ കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർത്തിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ന്യൂട്രൽ വന്നു കഴിഞ്ഞാൽ, ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് ഏരിയയിലേക്ക് ലിവറിനെ ചേർക്കണം, വലത് സൈഡിലേക്ക് ചേർത്തിട്ട് മേളിലേക്ക് ഇടണം. അപ്പോൾ അതിന് ജസ്റ്റ് ഇതുകൊണ്ട് ഇങ്ങനെ പിടിക്കുക, കൈ ഇങ്ങനെ പിടിച്ച് ന്യൂട്രൽ വന്നു, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുക, മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഗിയർ തെറ്റാതിടാനായിട്ട് കഴിയും. അപ്പോൾ ഈ ന്യൂട്രൽ പൊസിഷൻ മനസ്സിൽ എപ്പോഴും ഓർക്കണം. ഇനി ഫിഫ്ത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഫോർത്തിലേക്ക് പോകുമ്പോഴോ ഇവിടുന്ന് ജസ്റ്റ് ഗിയർ ലിവർ ചുമ്മാ ഒന്ന് താഴോട്ട് വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഗിയർ ലിവർ ഇതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കൈ അയക്കുന്ന സമയത്ത് നടുക്ക് ലിവർ വരും, അതായത് ഇതുപോലെ നടുക്ക് ലിവർ വരും. ഇവിടുന്ന് നേരെ താഴോട്ട് ഇട്ടാൽ നമുക്ക് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് കറക്റ്റായിട്ട് ഇടാം. ഇനി തേർഡിലേക്ക് ഇടുമ്പോഴോ ഇങ്ങനെ വെറുതെ പിടിക്കുക, ലിവർ നേരെ ഇത് ന്യൂട്രൽ പൊസിഷനിൽ വന്ന് നേരെ മുകളിലേക്ക് ഇട്ടാൽ ഇതുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് വീഴത്തുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തേർഡ് ഇടാം. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോഴോ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലിവർ ഇതുണ്ട് ന്യൂട്രൽ പൊസിഷനിൽ വന്നു, പക്ഷെങ്കിൽ ലിവർ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ചേർക്കണം. അപ്പോൾ നമ്മൾ തേർഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൈ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുക, എന്നിട്ട് നേരെ താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ തെറ്റാതിടാനായിട്ട് കഴിയും. ഇനി ഫസ്റ്റ് കൊടുക്കുമ്പോഴോ കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, പിടിച്ചതിന് ശേഷം ഇതേ ന്യൂട്രൽ പൊസിഷനിൽ ലിവർ ഈ സൈഡിൽ തന്നെ നിൽക്കണം. ആ സൈഡിൽ തന്നെ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് പ്രഷർ കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ചുമ്മാ തട്ടിയിട്ടാൽ നടുക്കേ ലിവർ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടം ചേർന്ന് മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ കൈ പിടിച്ച് ന്യൂട്രൽ വന്നു മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ നിങ്ങൾക്ക് തെറ്റാതിടാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഗിയറിൻ്റെ പൊസിഷനും കറക്റ്റായിട്ട് ന്യൂട്രലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഗിയർ എന്ത് ചെയ്യണം, ഇതുപോലെ വാഹനത്തിൽ ഇരുന്ന് പഠിക്കണം. അതായത് ഫസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ന്യൂട്രൽ, സെക്കൻഡ് ന്യൂട്രൽ, തേർഡ് ന്യൂട്രൽ, ഫോർത്ത് ന്യൂട്രൽ, ഫിഫ്ത്ത്. ഇനി ഫിഫ്ത്തിൽ നിന്ന് നമുക്ക് റിവേഴ്സ് പോകണമെങ്കിൽ ന്യൂട്രൽ, റൈറ്റ് സൈഡ് ലിവർ ചേർത്തു റിവേഴ്സ് ഗിയർ, കണ്ടോ. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഫിഫ്ത്തിൽ നിന്ന് ന്യൂട്രൽ, ഫോർത്തിൽ നിന്ന് തേർഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ചേർത്ത് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ മെത്തേഡിൽ ആദ്യം ഒന്ന് പ്രാക്ടീസ് എടുക്കുക. പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ഇത് ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും വാഹനത്തിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കൈ പ്രോപ്പറായിട്ട് വഴങ്ങുന്ന രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കുക. അപ്പം നമ്മുടെ കൈ ഇത് കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് ഗിയർ ഇടുന്ന ഒരു പരുവത്തിലേക്കാകും. ആ പരുവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ മാറിപ്പോകുന്ന പ്രശ്നവും ഗിയർ തെറ്റിപ്പോകുന്ന പ്രശ്നവും വരില്ല. ഏത് ഗിയറാണ് നിങ്ങൾ ഇട്ടേക്കുന്നതെന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പല ആൾക്കാർക്കും ഗിയർ ഇടുമ്പോൾ ഇത് ഏത് ഗിയറിലാണ് ഇപ്പോൾ വീണതെന്നുള്ള ഒരു സംശയം വരും. ആ സംശയമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാറും. ഗിയർ കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഇടാനായിട്ട് കഴിയും. അപ്പോൾ ഇത് വാഹനത്തിൽ കയറിയിട്ട് നിങ്ങൾ ആദ്യം നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് എടുക്കുക. പ്രാക്ടീസ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടുക്കി കട്ടപ്പനയിലാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വീക്കായിട്ടുള്ള കോഴ്സ്, 2 വീക്കായിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.